ഇരുട്ട്. കണ്ണിൽ കുത്തിയാൽ പോലും മനസ്സിലാവാത്തൊരു ഇരുട്ട്. ആ ഇരുട്ടിൽ ചുറ്റുമുള്ളതിനെല്ലാത്തിനും ഒരു ഭയപ്പെടുത്തുന്ന പ്രതീതി ഉണ്ടാവും. ആ ഒരു ഇരുട്ട് നിങ്ങളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി അതെങ്ങനെ ഇരിക്കും? അതിന് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ആ ഹോണ്ടിങ് നിങ്ങളുടെ ഉറക്കത്തെയും സമാധാനത്തിനെയും എല്ലാത്തിനെയും നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരം എന്തായിരിക്കും? ഭയം. ആ ഭയമാണ് ഡയസ് ഇരെ എന്ന സിനിമയുടെ ഇതികാവ്യം. സോ ബേസിക്കലി പ്രണവ് മോഹൻലാലിന്റെയും രാഹുൽ സദാശിവന്റെയും കോമ്പിനേഷനിൽ വരുന്ന ഒരു സിനിമ. രാഹുൽ സദാശിവന്റെ ഇതുവരെയുള്ള എല്ലാ സിനിമകളും ഒരു ഭയത്തിനെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ ഞാൻ വളരെ എക്സൈറ്റഡോടെയാണ് കണ്ടിരുന്നത്. കാരണം മോഹൻലാലിന്റെ ആ ഒരു പ്രഭാവത്തിൽ നിന്ന് പുറത്തു വന്ന പ്രണവ് ഹൃദയത്തിലൂടെ പ്രൂവ് ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷം കമ്മിറ്റ് ചെയ്യുന്ന, വർഷങ്ങൾക്ക് ശേഷം കമ്മിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം കമ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് ജേണറുള്ള ഒരു പടം, അതാണ് ഡയസ് ഇരെ. അവിടെ എത്തുമ്പോൾ തന്നെ അതിന്റെ തന്നെ ആ ഒരു കോമ്പിനേഷൻ അതിന്റെ ഒരു പീക്കിൽ നിർത്തി ആ ഒരു ഫീൽ നമ്മളിലേക്ക് എത്തിക്കാൻ ഈ പടത്തിലേക്ക് പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇരുട്ട് നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിലുള്ള ആ നെഗറ്റീവ് എനർജി നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? അതിനെ എങ്ങനെ എതിർക്കും? അത് തന്നെയാണ് ഈ സിനിമയുടെ കഥാവൃത്തം. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ മെയിൻ കാസ്റ്റിന്റെ പെർഫോമൻസസ് ആണ്. എസ്പെഷ്യലി പ്രണവ് മോഹൻലാലിന്റെ. പ്രണവ് ആ ഒരു നെക്സ്റ്റ് ഡോർ ബോയ് എന്നുള്ള ക്യാരക്ടർ വിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റോനെസ്സും ഒക്കെ ചേർന്നിരിക്കുന്ന ഒരു ഡിഫറെന്റ് ആയിരിക്കുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിന്റെ എനർജി ഹോണ്ട് ചെയ്യുകയാണ്. ഉറക്കം, സമാധാനം എല്ലാത്തിനെയും കെടുത്തിക്കൊണ്ട് മൊത്തത്തിലൊരു ഭയം എന്ന വികാരം ആ ക്യാരക്ടർ പിടിയോടും. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രണവ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് സീക്വൻസസ് ഉണ്ട്. ഈ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന ആ ഒരു ജോയ്ഫുൾ ലൈഫ് പ്രണവിന്റെ, ആ ക്യാരക്ടറിന്റെ, അത് പ്രസന്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഭയത്തിലേക്ക് കടന്നു പോകുന്നതും പ്രശ്നങ്ങളിലേക്ക് വരുന്നതും അങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു വൈബ് ചേഞ്ച് ആവുന്നുണ്ട്. ഭയം ഉള്ളിലേക്ക് കയറി വരുന്നത് തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു സ്ക്രീനിലേക്ക് പ്രണവ് കൊണ്ടുവരുന്ന സ്റ്റൈല് ഭയങ്കര രസമായിരുന്നു. അതിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. ചില പോർഷൻസ് ഉണ്ട്, അത് പറഞ്ഞ ഭയങ്കര സ്പോയിലർ ആയി പോകും. പക്ഷെ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ പ്രണവിന്റെ പെർഫോമൻസ് ദാറ്റ് ഇസ് ടോപ്പ് നോച്ച്. അത് എങ്ങനെയാണ് പ്രണവ് പുൾ ഓഫ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ വല്ലാത്തൊരു ഗൂസ് ബോംബാണ്. കാരണം അത്രയും ആ ഒരു റിയാക്ഷൻ ടൈമിങ്, ആ ഒരു ക്യൂരിയോസിറ്റി, എക്സോസ്റ്റഡ് ഫീലിംഗ്, ഇറിറ്റേറ്റഡ്, ഓൾ ടോപ്പ് ഓഫ് എവറിത്തിങ് ഫിയർ, ഇതൊക്കെയും ആ ഒരു സ്ക്രീൻ ടൈമിൽ ആ എക്സ്പ്രഷൻ കൊണ്ടും അഭിനയം കൊണ്ടും അത് പുൾ ഓഫ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്. പ്രണവ് നെയിൽഡ് ഇറ്റ് ഇൻ എവറി മൊമെന്റ് ഹി കം ടു ദ സ്ക്രീൻ. ദാറ്റ് ഈസ് ഹൗ ഹി ലിറ്ററലി ക്രിയേറ്റഡ് ദാറ്റ്. എസ്പെഷ്യലി സിനിമയുടെ ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ, പ്രണവിന്റെ പെർഫോമൻസ് അത് വേറെ ലെവലാണ്. ബാക്കിയുള്ള ഒരുപാട് പെർഫോമൻസ് ആർക്കുകൾ ഉണ്ടെങ്കിൽ പോലും ദ ഫിയർ, ഹൗ ഹി കൺസീവ്ഡ് ഫിയർ ആൻഡ് ഹൗ ഹി ഈസ് എക്സ്പ്രസിംഗ് ദ ഫിയർ, ദാറ്റ് ഈസ് സോ ഗുഡ് ആൻഡ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി വെൽ പെർഫോംഡ് എന്ന് പറയാം. ഒബ്വിയസ്ലി പുലിക്ക് ജനിച്ചത് പുലിക്കുട്ടി ആവാതിരിക്കില്ലല്ലോ. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് പ്രണവ് ടിൽ നൗ. പൊളിച്ചടക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ജിബിൻ ഗോപിനാഥ്. ഈ ഒരു സിനിമയുടെ ഒരു സെക്കൻഡ് ഹീറോ എന്ന് തന്നെ നമുക്ക് പറയാം. ആ ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ക്യാരക്ടറിന് ഇത്രയൊക്കെ സ്പേസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ആ ക്യാരക്ടറിന്റെ ഡെപ്ത് മനസ്സിലാക്കി ജിബിൻ ജസ്റ്റ് ഡിഡ് ആൻ ഓസം ജോബ്. എന്റെ അമ്മോ, അങ്ങനെ പൊളിച്ചൊടുക്കിയിട്ടുണ്ട് ഈ പടം. ചില സമയങ്ങളിൽ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ആവലാതി ഒക്കെ ചേർന്നിരിക്കുന്ന മൊമെന്റ്. നെക്സ്റ്റ് സ്പോട്ടിൽ തന്നെ വളരെ കാമായി കമ്പോസ് ആയിരിക്കുന്ന വേറൊരു എക്സ്പ്രഷൻ. അത് എങ്ങനെയാണ് അങ്ങനെ ചെയ്തു വന്നതെന്നും അത് സ്ക്രീനിലേക്ക് അങ്ങനെ എങ്ങനെ എത്തിച്ചു എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചും പറ്റുന്നില്ല. അത്രയും ഭയങ്കര രസമായിട്ട് അതിനെ പുൾ ഓഫ് ചെയ്ത് അതിനെ പെർഫോം ചെയ്ത്, എന്റെ പൊന്നു, നിങ്ങൾ വേറെ ലെവലാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ക്രേസിയസ്റ്റ്. ആക്ച്വലി എനിക്ക് പേഴ്സണലി തോന്നിയത് പ്രണവിന്റെ ക്യാരക്ടറിനെക്കാളും ആ ക്യാരക്ടറാണ് ഈ പടത്തിന്റെ ഹീറോ എന്നാണ്. ആ ക്യാരക്ടറാണ് ഈ പടത്തിന്റെ ഹീറോ. ഈ പടത്തിനെ മൊത്തത്തിൽ ഹോൾഡ് ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടറിലാണ്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്.
ഇതിന്റെ പ്രീ ക്ലൈമാക്സിൽ നടക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. ആ പെർഫോമൻസ് അത് പറഞ്ഞ സ്പോയിലർ ആയിപ്പോ, ബട്ട് ദാറ്റ് ഈസ് വൺ ഓഫ് എ ഹെൽ പെർഫോമൻസ്. അത് വേറെ ലെവലാണ്. എല്ലാരെയും ഇതുവരെ സ്കോർ ചെയ്തിരിക്കുന്ന എല്ലാരെയും നിലം പരിശാക്കിക്കൊണ്ടുള്ള ഒരു പെർഫെക്റ്റ് പെർഫോമൻസ്. അത് അങ്ങനെ ഒരു സാധനം അവിടെ വരുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതൊരു വേറെ ലെവലായിട്ടായിരുന്നു. As you all know, it is written and directed by Rahul Sadashivan. അങ്ങനെ ഈ ഭയത്തോടും പ്രയത്നോടും എന്തൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എടുക്കുന്ന പല സിനിമകളും അങ്ങനെയാണ്. അതിപ്പോ ഭൂതകാലം ആയിക്കോട്ടെ, ഭ്രമയുഗമായിക്കോട്ടെ, ഇതായിക്കോട്ടെ, എല്ലാത്തിനും ആ ഒരു ദ ഫിയർ ഓഫ് ഹീസ് എക്സ്പ്ലോറിങ് ഫിയർ ബേസിക്കലി എന്ന് എനിക്ക് തോന്നി. അത് വളരെ മികച്ച രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ദ സ്റ്റോറി ഈസ് ഇൻടാക്ട്, ദ സ്ക്രിപ്റ്റ് ഈസ് ഇൻടാക്ട്, ഇറ്റ് ഈസ് വെരി കൂൾ. ആ എവിടെയൊക്കെ എന്തൊക്കെ വേണം, ഏതൊക്കെ എലമെന്റ് ഇൻക്ലൂഡ് ചെയ്യണം, ദാറ്റ് ഇസ് വെരി വെൽ മെയ്ഡ്. എക്സ്പെഷ്യലി അതിന്റെ സ്കിൽ ഓഫ് പ്രസന്റിങ് ദ മൂവി. ഫസ്റ്റ് ഷോട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഷോട്ട് വന്ന രീതി, ആ ഷോട്ട് ആദ്യം തുടങ്ങുന്ന ഒരു രീതി, അത് പ്രോസസ്സായി അവസാനം എത്തുന്ന ഒരു രീതി, ദാറ്റ് ഈസ് ഓസം. അത് കഴിഞ്ഞ ശേഷം ഈ പടത്തിന്റെ ഈ നൈറ്റ് ഷോട്ട്സുകൾ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, അതിന്റെ ഒരു ഹോണ്ടിങ്ങിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി. ആസ് യു ഓൾ നോ, രാഹുൽ സദാശിവൻ നെവർ പ്രസന്റ്സ് ഹിസ് നെഗറ്റീവ് എനർജി ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. അത് നമുക്ക് ഫീൽ ചെയ്യിക്കാൻ പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര കഴിവാണ്. ഈവൻ ദോ യു ഡോണ്ട് സീ ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഓർ ഇൻ ദ സ്ക്രീൻ, you still feel it. You still feel the negativity, still feel the energy, you just still feel the fear and that irritation, frustration, everything you can still feel. ആ ഒരു സീൻ തീരുമ്പം നായകനോ അല്ലെങ്കിൽ ആ സ്ക്രീനിൽ നിൽക്കുന്നവർക്ക് മാത്രമായിരിക്കില്ല, നമുക്കും കൂടി ഒരു റിലീഫ് ആയിരിക്കും. ദാറ്റ് ഈസ് ഹൗ ഹി പ്രസൻസ് ദാറ്റ് നെഗറ്റീവ് എനർജി ഓർ ദ ഈവിൾനെസ് ഇൻ ദ സ്ക്രീൻ. അത് ഭയങ്കര രസമായിരുന്നു. ത്രൂ ഔട്ട് ദ മൂവി ദാറ്റ് നെയിൽഡ് ഇറ്റ്. അത് വരുന്ന ചില സീനുകൾ, ആ ഒരു ജംപ് സ്കെയറി എന്നൊക്കെ പറയില്ലേ, ദാറ്റ് സ്ക്രീൻസ് വർക്ക്ഡ് എ ലോട്ട്. അത് ഭയങ്കര നല്ല രസത്തിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ഇപ്പൊ വരുന്ന പ്രതീക്ഷിക്കും, അവിടെ വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു, അവിടെ അത് വരും ചെയ്യും. ദാറ്റ് ഇസ് ഹൗ വി മേഡ് ഇറ്റ് ആൻഡ് ദാറ്റ് ഇസ് ഓസം. അത് കഴിഞ്ഞ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണവ് പെർഫോം ചെയ്ത് ഫലിപ്പിച്ച ആ ഒരു നൈറ്റ് സീൻ, ബട്ട് അതിനെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്, അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഓരോ ഷോട്ടുകൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന്റെ ഒരു നറേഷൻ, അതിന്റെ ഒരു സ്മൂത്ത് ഓഫ് ഫ്ലോ ഓഫ് ദാറ്റ് സീൻ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇതിന്റെ ഒരു ഇന്റർവൽ ട്വിസ്റ്റ്, ക്ലൈമാക്സിൽ നടക്കുന്ന ട്വിസ്റ്റ്, അതൊക്കെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ വൺ ലൈൻ ഓഫ് തോട്ട് പ്രോസസ്സിൽ പോകുന്നതിന് പെട്ടെന്ന് വെയിറ്റ്, ദിസ് ഇസ് നോട്ട് ഹൗ ദിസ് ഇസ്, ഇങ്ങനെയല്ല ഇതുള്ളത്, ഇതിൽ വേറൊരു സാധനമുണ്ട്, ഞാൻ പറഞ്ഞ ആ ഒരു മൂഡിലേക്ക് നമ്മളൊക്കെ എത്തിക്കാനും പടത്തിന് ഭയങ്കര പറ്റുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു അതൊക്കെ കാണാൻ. സോ ഹീ ഡിഡ് ആൻ ഓസം ജോബ് ആൻഡ് ദാറ്റ്സ് വൈ ദ മൂവി ജസ്റ്റ് കേം സോ ഗുഡ് ത്രൂ ഔട്ട് ദ മൂവി ഫ്രോം സ്റ്റാർട്ട് ടു എൻഡ്. എനിക്കൊരു കുറ്റം എന്റെ തലയിൽ നിന്ന് സാധനം വന്നിട്ട് പോലുമില്ല. ടു ബി ഫ്രാങ്ക്, ഞാനൊരു ഹൊറർ പടത്തിന്റെ ഫാനേ അല്ല. എനിക്കൊരു ഹൊറർ പടം കാണാൻ എനിക്ക് തീരെ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ഞാൻ പോലും അതിന്റെ ചില ഷോട്ടുകളുടെ ഒരു ഭംഗി, അതിന്റെ ഒരു ആസ്തറ്റിക്, അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ബിൽഡപ്പ്, ഇതൊക്കെ കൊണ്ട് ആ ഷോട്ടിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കും, നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. അത്രയും ഭംഗിയിൽ അത് പ്രസന്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സോ ഹി ഡിസേർവ്സ് ഓൾ ദ അപ്ലോസ് ദ മൂവി ഡിസേർവ്സ്. സോ ദാറ്റ് ഈസ് എസ് ഓസം ജോബ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, ഷെഹനാദ് ജല. ബ്രോ, നിങ്ങൾ എങ്ങനെയാണ് ആ നൈറ്റ് ഷോട്ട് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്? അത് ഭയങ്കര രസമുണ്ട്. അതിന്റെ ഫ്ലോ, അതിന്റെ ഒരു എസ്തറ്റിക് ക്യാപ്ചറിങ് ഭയങ്കര ഭംഗിയായിട്ടാണ് അത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ ഫിയർ എന്ന എലമെന്റ് ആ സ്ക്രീനിൽ ചിലപ്പോൾ എടുത്ത് മാറ്റിയ ആ ഒരു ഷോട്ടിന് ഒരു ഭയങ്കര ഭംഗിയുണ്ടാവും. അതിലേക്ക് ആ ഫിയറും കൂടി വരുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ആ ഡാർക്ക്നെസ്സിലേക്ക് ഇൻവോൾവ് ആവും. ആ ചുറ്റുള്ള ഡാർക്ക്നെസ് നമ്മൾ പെട്ടെന്ന് അതൊരു ഭയം നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റും. സോ ദാറ്റ് വാസ് ത്രൂ ഔട്ട് ദ മൂവി വാസ് ഓസം. അതില് ചില ലാസ്റ്റിലൊരു ക്ലൈമാക്സിലൊരു സീൻ ഉണ്ട്, അത് പറഞ്ഞ വീണ്ടും സ്പോയിലർ ആയപ്പോ, ബട്ട് ദാറ്റ് മൂവ്മെന്റ്, ദാറ്റ് കൊറിയോഗ്രാഫി, ദാറ്റ് വാസ് സോ ഗുഡ്, ദാറ്റ് വാസ് ക്രേസി ആക്ച്വലി, ഇൻഡീഡ് സോ ഗുഡ്. ദ മൂവി ഈസ് എഡിറ്റഡ് ബൈ ഷഫീഖ് മുഹമ്മദ് അലി. വാട്ട് ടു സേ, ഇത്രയും നല്ല പെർഫോമൻസസ്, ഇത്രയും നല്ല സിനിമാറ്റോഗ്രാഫി, ഇത്രയും നല്ല സ്ക്രിപ്റ്റ്, സ്റ്റോറി, ഡയറക്ഷൻ എല്ലാം വന്ന ശേഷം ഓഫ് കോഴ്സ് ദ എഡിറ്റിംഗ് ഹാസ് ടു ബി ഓൺ ടോപ്പ് നോച്ച്. ഇറ്റ് ഡിഡ്. അത് വേറെ ലെവലിൽ വന്നിട്ടുണ്ട്. എവിടെ ഒരു ഫ്ലോ ഇല്ല, എവിടെ ഒരു കണക്ഷൻ മിസ്റ്റേക്കുകൾ പറ്റുന്നില്ല, നമ്മൾ കൃത്യമായിട്ട് ടാഗ് ചെയ്യപ്പെടുന്നു, കറക്റ്റായിട്ട് അതിന് മാച്ച് ആവുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് സോ റിച്ച് ഇൻ എവറി ഡിപ്പാർട്ട്മെന്റ് വെർ ടേക്ക്. ഇതിനെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പെർഫോമൻസസ് ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ
ഇതിന്റെ എന്താ പറയാ സിനിമാറ്റോഗ്രഫി, ഇതിന്റെ എഡിറ്റിംഗ് പാറ്റേൺസ്, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഇതിന്റെ മ്യൂസിക്, BGM, സൈലൻസ്, അതിന്റെ ഒരു മ്യൂസിക് കമ്പോസിഷൻ ഭയങ്കര രസമായിരുന്നു. ആൻഡ് ദ മ്യൂസിക് ഈസ് ഡൺ ബൈ ക്രിസ്റ്റോ സേവിയർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ ആ ഒരു നമ്മുടെ ഈ നൈറ്റ് ഷോട്ട്സ് വരുമ്പോൾ, ആ ഒരു നമ്മുടെ നെഗറ്റീവ് എനർജിയുടെ ഷോട്ട്സുകൾ കയറി വരുമ്പോൾ ആ ഷോട്ട്സുകളുടെ ആ ഒരു ഫിയർനെസ് കൂട്ടാൻ ഇതിന്റെ ബേസിക് ആയിരിക്കുന്ന ഈ സൗണ്ട് ട്രാക്കുകൾക്ക് പറ്റുന്നുണ്ട്. ചില വളരെ സൈലന്റ് ആയിരിക്കുന്ന ആ സൈലൻസ് പോലും, ടു ബി ഫ്രാങ്ക്, ദാറ്റ് സൈലൻസ്, ദാറ്റ് ക്രിയേറ്റഡ് സൈലൻസ് പോലും നമുക്കൊരു ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഡിസ്റ്റർബൻസും ക്രിയേറ്റ് ചെയ്യും ബേസിക്കലി. സോ അത്രയ്ക്കും നീറ്റായിരിക്കുന്ന ഒരു മ്യൂസിക്. അതിനുപോലെ ചില ഒച്ചകൾ, ചില സൗണ്ട് എത്ര മൈന്യൂട്ട് ആണെന്ന് പോലും ഭയങ്കര രസമാണ്. ടു ബി ഫ്രാങ്ക്, തിയേറ്ററിൽ ആക്ച്വലി ഞാൻ ചില സീന് കണ്ടപ്പം ആ ഒരു ഇൻവോൾവ്മെന്റിൽ കാല് ടാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഞാൻ ടാപ്പ് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് കേൾക്കാം, അത്രയും ഡെഡ് സൈലന്റ് ആയിരുന്നു സ്ക്രീനിൽ. ആൻഡ് ഈവൻ ദ തിയേറ്റർ ഓൾസോ റിഫ്ലക്ട് ദ സെയിം. കാരണം എല്ലാവരും അത്രയും മൂവ്മെന്റിൽ അവിടെ എൻഗേജ്ഡ് ആണ്. ആരും ഒരു ഒച്ച വെക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എവ്രി വൺ ഈസ് ഹുക്ഡ് അപ്പ് ഇൻ ദ സീൻ. ഡെഫിനറ്റ്ലി അതിന്റെ സിനിമാറ്റോഗ്രഫി എല്ലാത്തിനും ഒരു പങ്കുണ്ടെങ്കിലും ആ മ്യൂസിക് നമ്മളെ അതിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്, ആൻഡ് ഇറ്റ് ഈസ് സോ ഗുഡ് ആൻഡ് വെൽ മെയ്ഡ്. ഫ്രാങ്ക്, ഇത് സിനിമയ്ക്ക് എനിക്ക് ഫിയർ എന്നതിനേക്കാളും എനിക്ക് ഡിസ്റ്റർബ്ഡ് ആണ് തോന്നിയത്. ഡിസ്റ്റർബ്ഡ് ആണ്, കുറച്ച് ഹോണ്ടിങ് ആണ്, അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. എസ്പെഷ്യലി ചില സീനൊക്കെ ഉണ്ട്. ഇതിൽ അരുൺ അജികുമാർ അഭിനയിച്ച ഒരു സീനുണ്ട്. ആ സീൻ ആക്ച്വലി എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ഒരുപാട് ഹൊറർ സീൻ വരുമ്പോൾ കണ്ടടക്കും, ഈ ജംസ്കിയറൊക്കെ വരുമ്പോൾ കണ്ടടക്കുന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അതിനൊന്നും അല്ല ഞാൻ ഡിസ്റ്റർബ്ഡ് ആയത്. അതിനേക്കാൾ എന്നെ ഡിസ്റ്റർബ് ചെയ്തിരിക്കുന്നത് അരുൺ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു സീനുണ്ട്. അവിടെ എന്റെ പൊന്നു, എന്തുവാണത്? അതൊരു ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു. ഞാൻ ആ സീൻ പകുതി കൈമറച്ചോട്ടൊക്കെയാണ് കണ്ടത്. അത് ഭയങ്കര ഹോണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊരു വേറെ ലെവൽ സാധനമായിരുന്നു. അത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതില്. സോ ബേസിക്കലി, ടു ബി ഫ്രാങ്ക്, ഈ പടത്തിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈവൻ ദോ ഇറ്റ് ഈസ് എ ഹൊറർ ബേസ്ഡ് ത്രില്ലർ, ഒരു ഹൊറർ ബേസ്ഡ് മിസ്റ്ററി ത്രില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിലും ഇതിന്റെ ഹൊറർ എലമെന്റ്സ് ആയിക്കോട്ടെ, മറ്റു സീൻസ് ഒക്കെ ഒരുപാട് ഡിസ്റ്റർബിങ് ആണ്. ചിലത് നമ്മൾ ഹോണ്ട് ചെയ്യും, ഒരുപാട് കുറച്ച് പേടിക്കാനൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്ത് വേണം നിങ്ങൾ സിനിമയിലേക്ക് പോകാൻ. പലപ്പോഴും സ്ക്രീനിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവൂ, അതിന്റെ ഒരു പതിഞ്ഞ താളങ്ങൾ മാത്രമേ കാണുള്ളൂ. അപ്പം ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയാ, ടു ബി ഫ്രാങ്ക്, ആ ഒരു ഹൊറർ മൂഡ്, ഒരു ഹൊറർ പഴം കാണണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ പോയാൽ ദിസ് മൂവി ഗോണ സാറ്റിസ്ഫൈ യു in all the ways, and it deserves all the blockbusters and appraisal it receives. Do watch it in theater and let me know your opinion in the comment.